മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ കിട്ടിയ നല്ല അവസരം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അല്പസമയം നമുക്ക് ദൈവവചന ചിന്തയ്ക്കു വേണ്ടി 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 3-ാമത്തെ വേദവാക്യം നമുക്ക് വായിച്ച് ഇന്ന് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഹിസ്കിയാവ് രാജാവ് ദൈവസന്നിധിയിൽ ചെയ്ത നല്ല പ്രവർത്തികളെയാണ് നമ്മളിപ്പോൾ ചില ചിന്തകൾ എടുക്കുന്നത്. ഹിസ്കിയ രാജാവ് 25 വയസ്സുള്ളപ്പോൾ രാജകീയ ഭരണത്തിലേക്ക് അദ്ദേഹം കാൽച്ചുവട് വെച്ചു. ഏതാണ്ട് 29 വർഷം അദ്ദേഹം രാജ്യഭരണം നടത്തി. അത് യെരുശലേമിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. യഹൂദ രാജാവെന്ന നിലയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു രാജകീയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുവൻ പ്രായം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇവിടെ ഹിസ്കിയാവ് രാജാവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ വളരെ സത്യസന്ധതയോടുകൂടി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം സന്നദ്ധത പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രകടമാക്കുന്ന അനുഭവം ഈ രാജാവിൽ നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തെ മറ്റൊരു അവസരത്തിൽ നമ്മൾ കണ്ടെത്തിയാൽ പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവമുഖത്തേക്ക് നോക്കി ദൈവാലയത്തിൽ ചെന്ന് തൻ്റെ ഭാരപ്പെട്ട വിഷയങ്ങൾ ദൈവസനിൽ വിടർത്തി വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കൽ നിന്ന് മറുപടി പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ മകനാണ് ഹിസ്കിയാവെന്ന് കാണാൻ കഴിയും. അപ്പം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുവോ അവിടെ ദൈവഹിതം അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഇനി നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്: എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ ചെയ്തു വന്നതുപോലെ, അതായത് എല്ലാവരെയും ഇല്ല, പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദകരമായത് അദ്ദേഹം ചെയ്തു. സാഹചര്യങ്ങൾ പലതും നമ്മളെ വഴിതെറ്റിക്കുവാൻ വഴിമാറ്റുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴിമാറുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ ഹിസ്കിയാവ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ രാജാവ്
അതീവ തൽപരനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ദൈവത്തെ ആ നിലയിൽ പ്രസാദകരമാക്കി പ്രവർത്തിക്കുവാൻ ധാരാളം ദൈവദാസന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദാമിൻ്റെ മക്കളായിരുന്ന കയീനും ഹാബേലും, ഇവിടെ പ്രത്യേകത നമ്മൾ പഠിച്ചാൽ പിതാവും മാതാവും അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു നല്ല മാതൃകയുണ്ടായിരുന്നു ആരാധന. യാഗപീഠമുണ്ടാക്കി അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് പിതാവ് കാട്ടിക്കൊടുത്ത നല്ലൊരു മാതൃകയുണ്ട്. പിൽക്കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ നാം ശ്രദ്ധിച്ചാൽ സഹോദരപുത്രനായ ലോത്തുമായി ഒരുമിച്ച് പാർത്തുകൊണ്ടിരുന്ന കാലം ഉൾപ്പെടെ നാം പരിശോധിച്ചാൽ അവിടെയെല്ലാം അബ്രഹാം ദൈവത്തിനു വേണ്ടി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നത് പതിവാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ച് മമ്രയുടെ തോപ്പിൽ വരെ എത്തിയെന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവിടെയും ദൈവത്തെ ആരാധിക്കുന്നതിൽ മുൻതൂക്കം കൊടുത്ത് എന്ത് ചെയ്തു? യാഗപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ എവിടെ അയച്ചാലും ഏത് ദേശത്ത് പോയി പാർത്താലും മുൻസ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് അബ്രഹാം നല്ലൊരു മാർഗദിശ കാണിച്ചു തന്നു. അതെ, നമുക്കും ഞങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലും ഇന്ന് നമുക്ക് യാഗപീഠം ഉണ്ടാക്കുവാനുള്ള സാഹചര്യം, അതായത് പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാത്തതുകൊണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ്. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ദൈവ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്ത് നമ്മുടെ ഭവന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് മറ്റേ ചിന്തയിലേക്ക് മടങ്ങി വരാം. പിതാവായ അല്ലെങ്കിൽ ആദിമ പിതാവായ ആദാം മാർഗം കാണിച്ചു കൊടുത്ത, മാർഗദിശ കാണിച്ചു കൊടുത്ത അതേ പാതയിലൂടെ തലമുറകൾ ആ ആരാധന പിന്തുടരുവാനിടയായി എന്നതിൻ്റെ തെളിവാണ് കയീനും ഹാബേലും ദൈവത്തെ ആരാധിപ്പാൻ കടന്നുപോയി. എന്നാൽ മൂത്തവനും ഇളയവനുമാണ് ഇവിടെ ആരാധനയ്ക്ക് കടന്നുപോയതെങ്കിലും രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നാണ്, ദൈവത്തെ ആരാധിക്കുക. എന്നാൽ ഇവരുടെ തൊഴിൽ സംബന്ധമായ തലങ്ങൾ രണ്ടും രണ്ട് തലങ്ങളിലാണ്. ഒന്ന് ആട്ടിടയനാണ്, മറ്റൊന്ന് നല്ല കൃഷിക്കാരനാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കൃഷിക്കാരാകട്ടെ, ആടുമാടുകളെ വളർത്തുന്നവരാകട്ടെ, മറ്റേതെങ്കിലുമൊക്കെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരാകട്ടെ, ഇവിടെയെല്ലാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിയണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാളിതുവരെ അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം തീരുമാനിക്കുക, ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ സമയങ്ങൾ ഞാൻ വിട്ടുകൊടുക്കും. ദൈവത്തിനുള്ള സമയം കൊടുത്തിട്ട് മാത്രമേ എൻ്റെ ഇതര കാര്യങ്ങൾക്ക് ഞാൻ സമയം ചിലവഴിക്കൂ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. അങ്ങനെയെങ്കിൽ രണ്ടുപേർ ആരാധനയ്ക്ക് കടന്നുപോയി. കയീൻ യാഗം കഴിച്ചു. അവൻ്റെ കൃഷി സമ്പത്തിൽ നിന്ന് ഏറ്റവും മെച്ചമായതാണ് ദൈവത്തിനു വേണ്ടി യാഗം അർപ്പിച്ചെങ്കിലും അനന്തരമായി കയീൻ തൻ്റെ കൃഷിയിൽ നിന്ന്, അതായത് തൻ്റെ ആടുകളിൽ നിന്ന് മേത്തരമായ ഒന്നിനെ എടുത്ത് അദ്ദേഹവും എന്ത് ചെയ്തു? യാഗം കഴിച്ചു. അപ്പം യാഗം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആരുടെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചതെന്ന് മനസ്സിലായി. ഒരിക്കലും ഹാബേൽ ചിന്തിച്ചില്ല എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളത് താൻ വെളിപ്പെടുത്തിയില്ല. എന്നാൽ യാഗാർപ്പണം കഴിഞ്ഞപ്പോൾ, യാഗം കഴിഞ്ഞപ്പോൾ
കയീൻ്റെ മുഖം വാടുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കയീൻ്റെ ആരാധന പ്രസാദിച്ചില്ല എന്ന് അവന് തന്നെ ബോധ്യമായെന്നുള്ളതാണ് എൻ്റെ സത്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിവിധ ഇടങ്ങളിൽ ആരാധിക്കുന്നവരാണ്. ആരാധന കഴിയുമ്പോൾ കയീൻ്റെ മുഖം വാടിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും മുഖം ആരാധന കഴിയുമ്പോൾ വാടിപ്പോകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, ആരാധനയിൽ നമുക്ക് സന്തോഷവും സമാധാനവും വിവിധമായ അനുഭവങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിച്ചു എന്നുള്ളതാണ്. ഇനി നാം മനസ്സിലാക്കുക, നമ്മുടെ ആരാധന പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ വ്യത്യസ്തരായി മാറണം, നിങ്ങൾ മനം തിരിയുന്നവരായി മാറണം, നിങ്ങളുടെ ജീവിതം തന്നെ വേർപെട്ട നിലയിലേക്ക് വരണം എന്നുള്ളത് റോമാലേഖനം 12-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ നമുക്കൊരു മാറ്റം ആവശ്യമാണ്, ജീവിതത്തിലൊരു മാറ്റം ആവശ്യം. അതെ, നമുക്ക് മടങ്ങി വരാം. കയീൻ്റെ യാഗത്തിൽ പ്രസാദമില്ലാതിരിക്കെ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് കയീനും ബോധ്യമായപ്പോൾ തന്നെ തൻ്റെ മുഖം വാടി, അല്ലെങ്കിൽ പ്രസാദമില്ലാതായി. പക്ഷേ തൻ്റെ അനുജനെ വിളിക്കുന്നത് കോപത്തോടെയല്ല. ഇതുപോലെ നമ്മുടെ മനുഷ്യ സഹജത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പുറമേ ചിരിച്ചു കാട്ടുകയും ഉള്ളുകൊണ്ട് വൈരാഗ്യം വെച്ചു പുലർത്തുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് കണ്ട് എൻ്റെ അനുജൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടും അവനെ ഈ ഭൂമിയിൽ ഇനി ഞാൻ നിലനിർത്തുകയില്ല എന്ന് അവൻ്റെ മനസ്സിൽ പിശാചു വിഷം കുത്തിവെച്ചിട്ട് തൻ്റെ അനുജനോട് മനസ്സുകൊണ്ട് വെറുപ്പുണ്ടാക്കി. അതെ, രഹസ്യമേഖലയിൽ പുറത്തു പറയാതെ മറ്റൊരുവനോട് കയ്പ് വെച്ച് പുലർത്തുന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടെ പെരുമാറുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്റെ കയ്പിൻ്റെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ ആ തലങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ദൈവ മുൻപാകെ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനം തയ്യാറാകണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നിങ്ങൾ വിവിധ വിഷയത്തിൻ്റെ മുൻപിൽ പകയോ പിണക്കമോ അതുപോലെയുള്ള വ്യക്തി വിദ്വേഷങ്ങളോ വൈരാഗ്യത്തോടുകൂടെ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരുണ്ടാകാം, നിങ്ങളോട് പ്രതികരിക്കുന്നവരുണ്ടാകാം, നിങ്ങളെ മാറ്റി നിർത്തിയവർ കാണാം. എന്നാൽ അവരുടെയൊക്കെ മുൻപിൽ ദൈവവചനപ്രകാരം പറയട്ടെ, അത് വിട്ടുകളഞ്ഞ്, നിങ്ങൾ ആ മനോഭാവം വിട്ടുകളഞ്ഞ് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്നതിൽ മനസ്സ് കാണിച്ചാൽ ദൈവം നിങ്ങളുടെ ആരാധന പ്രസാദിക്കും, അല്ലാത്തവരുടെ ആരാധനയിൽ പ്രസാദമുണ്ടാകത്തുമില്ല. അങ്ങനെ കയീൻ്റെ ആ കോപം അവനെ വയലിലേക്ക് വിളിപ്പിച്ചത് കോപത്തോടെയല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. വരുവിൻ, നമുക്ക് വയലിലേക്ക് പോകാം. നോക്കുക, കോപം ഉള്ളിലടക്കി ആ മനുഷ്യൻ കയീൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിളിക്കുകയാ, വാ സഹോദര കയീനെ, ഹാബേലേ, നമുക്ക് വയൽ വരെ പോകാമെന്ന് പറഞ്ഞ് എത്ര സ്നേഹാദരവോടുകൂടെ വിളിച്ചു കൊണ്ടുപോയി. വയലിൽ കൊണ്ടു ചെന്നപ്പോൾ സ്വഭാവത്തിന് മാറ്റം തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, ആരാധനയുടെ തീഷ്ണത വലുതായി വരുന്നത് കാണുമ്പോൾ
ശത്രു ശക്തികൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ നിന്റെ ആരാധനയെ തകർക്കുവാൻ, പ്രാർത്ഥനയെ ഉടച്ചു കളയുവാൻ, ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മാന്ത്രിക ശക്തികളോ ആഭിചാരങ്ങളോ നേർച്ച കാഴ്ചകളോ അങ്ങനെ ആദിയായ ഇരുട്ടിൻ്റെ ശക്തികളിൽ ആശ്രയിച്ച് പലരും നമുക്കെതിരെ പോരാടിയെന്ന് വന്നേക്കാം. എന്നാൽ ആ പോരാട്ടത്തിൽ അതേ മകനെ, അതേ മകളെ, അതേ മാതാവേ, പിതാവേ, നീ തളരരുത്. നിന്നെ ശക്തനാക്കുന്നവൻ ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് വിവിധമായ ശക്തികളുടെ മുൻപിൽ നീ പരാജയപ്പെട്ടു പോയെന്നല്ല പറയേണ്ടത്, എനിക്കതിന്മേലൊരു വിജയം ദൈവം തന്നു എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വയലിൽ ചെല്ലുന്നത് വരെ സ്നേഹത്തിൻ്റെ ബുദ്ധിയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിളിച്ചു കൊണ്ടുപോയെങ്കിലും ക്ഷിപ്ര കോപത്താൽ പെട്ടെന്നവന് കോപമുണ്ടായി സ്വന്തം സഹോദരനെ കാരണം കൂടാതെ അവനെ അടിച്ച് അവിടെ കൊല്ലുകയാണുണ്ടായത്. നോക്കുക, ഒരു മുന്നറിയിപ്പും കൂടാതെ, എന്തിനു വേണ്ടിയാണെന്ന് പോലും പറയാതെ അവനെ അടിച്ച് ആ വയലിൽ കൊന്നുകളഞ്ഞു. നോക്കുക, നിന്റെ ആരാധനയിൽ പ്രസാദിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, നീ ദൈവത്തിന് പ്രസാദം വരുന്ന യാഗം നടത്തി എന്നുള്ള കാരണത്താലാണ് നിന്നെ അവൻ തല്ലിക്കൊന്നുകളഞ്ഞത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് പ്രസാദകരമായി ഞാനും നിങ്ങളും ജീവിക്കുവാൻ തുടക്കമിട്ട നാൾ മുതൽ മറുഭാഗത്ത് പിശാച് നമുക്കെതിരെ എഴുന്നേറ്റ് വരാം. നിന്നെ മുൻപോട്ട് വിടില്ല, നിന്നെ ആത്മീക സന്തോഷത്തിൽ വിടത്തില്ല. നിന്റെ ആരാധന പ്രസാദിച്ചു എന്ന് എനിക്കറിയാം, പക്ഷേ ആ സന്തോഷത്തിൽ നിന്നെ മുൻപോട്ട് വിടില്ല എന്ന് പറഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് ഒതുക്കിയവരുണ്ടാകാം. പക്ഷേ അവരുടെയൊക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും, ഉറപ്പാ. പക്ഷേ അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കയ്യനോട് ദൈവം ചോദിക്കുകയാണ്. അവിടെയാണ് കയ്യനെ, നിന്റെ മുഖം വാടുന്നത് എന്ത് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ മറ്റൊരു വാക്കൂടെ ദൈവം ചോദിക്കുകയാണ്. കയ്യനെ, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുത്തത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? യേശു ചോദിക്കുന്നു. അവൻ്റെ നിലവിളി, വയലിൽ നിന്ന് അവൻ്റെ നിലവിളി ഉയരത്തിലേക്ക് കേൾക്കുന്നു. അതെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. കൊലപാതകം ചെയ്തതിന് ശേഷം അവൻ മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കുവാൻ അവന് കഴിയാതെ പോയി. പക്ഷേ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹിസ്കിയാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദാവീദ് ചെയ്തു വന്നതുപോലെ തൻ്റെ എല്ലാ വഴികളിലും ദൈവത്തെ ഹിസ്കിയാവ് പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം. മറ്റുള്ള ഇതര മേഖലകളിലേക്ക് നമ്മൾ തിരിയണ്ട. നമ്മുടെ ദൈവത്തിനെ എങ്ങനെ നമ്മിൽ പ്രസാദിക്കുവാനുള്ള ആ ഒരവസരം നമുക്ക് കണ്ടെത്താം. ആമേൻ. ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നിർജീവത്വങ്ങളെ, ദൈവഹിതമല്ലാത്തതിനെ ഒക്കെ നമ്മളൊന്ന് വെട്ടിമാറ്റിയാൽ, സ്വയം ഒന്ന് എടുത്തു മാറ്റിയാൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവൻ ഏതെങ്കിലും ഒരാഹാരം കഴിക്കുമ്പോൾ അവനെ അശുദ്ധമാക്കുന്നു എന്നല്ല ദൈവവചനം പറയുന്നത്. മനുഷ്യൻ്റെ അകത്തു നിന്നുള്ളിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ ആ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായ വാക്കുകൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമല്ല, ദൈവത്തെ വെറുപ്പിക്കുന്നതോ ദൈവ സാന്നിധ്യം ഇല്ലാതാകുന്ന വാക്കുകളാകാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ വാക്കുകൾ ഉണ്ടാകാതെ പോകട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വരും കാലഘട്ടം നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി പ്രസാദകരമായി തീരണമെന്നുള്ളതാണ് ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്,
പ്രസാദകരമായി ചെയ്യുവാൻ കഴിഞ്ഞു. ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ പ്രസാദകരമായി ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരാഴ്ച പള്ളിയിൽ പോയാൽ 4 ആഴ്ച പള്ളിയിൽ പോവുകയില്ല. ഒരാഴ്ച ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ പിന്നത്തേതിൽ മാസങ്ങളോളം അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ചോദിക്കട്ടെ, ഇതാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയ കാര്യം? അല്ല. നാം ദൈവത്തിന് വേണ്ടി ദൈനംദിനമായി നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കുക. അതൊരു അബ്രഹാമിനെ പോലെ, അവൻ മറ്റുള്ള അഭിഷിക്തന്മാരെ പോലെ നമ്മുടെ സമയം ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുത്ത് ദൈവപ്രസാദം തേടുവാൻ എത്ര പേരാഗ്രഹിക്കുന്നുവോ, ആമേൻ, അവർക്ക് ദൈവപ്രസാദം ലഭിക്കുവാൻ കഴിയും. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതം നോക്കിയാൽ ദൈവപ്രസാദത്തിനു വേണ്ടി അവർ യാഗാദി കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ദൈവത്തിൻ്റെ പ്രസാദം തേടിയിരുന്നത്. പക്ഷെ ഇന്ന് പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ആ ഒരു തലം നമ്മൾ കാത്തിരിക്കേണ്ട. കാരണം ഒരു ശ്രേഷ്ഠ യാഗമായി കർത്താവ് നമുക്ക് വേണ്ടി ഇന്നേക്ക് 2023 അല്ലെങ്കിൽ 22 വർഷങ്ങൾക്ക് പുറകിൽ നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി കർത്താവ് തീർന്നതുകൊണ്ട് ആ യാഗത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചൊരിയുന്ന ആമേൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയായും അവർക്ക് വേണ്ടി പാപമോചനം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഉള്ളതിനാലും നമുക്ക് പ്രസാദകരമായ ഒരു ജീവിതം അതിലൂടെ നയിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. രണ്ടാമതേ അദ്ദേഹം ചെയ്തത്, നമ്മൾ തിരുവചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ വചനത്തിലേക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. അതിപ്രകാരമാണ് പറയുന്നത്. 1, പ്രസാദകരമായിട്ട് അദ്ദേഹം ചെയ്തു. 2, അദ്ദേഹം ചിലതിനെ ഉടച്ചു കളയുവാൻ താല്പര്യപ്പെട്ടു. 4-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇപ്പോൾ ആ വചനം നമുക്ക് കേൾക്കാൻ കഴിയും. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശോര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശെ ഉണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. രണ്ടാമത് അദ്ദേഹം ചെയ്തത് പൂജാഗിരികളെ നീക്കിക്കളഞ്ഞു. അപ്പം മുൻപിലുള്ള രാജാക്കന്മാർ ചെയ്തത് പൂജാഗിരികളെ ഉണ്ടാക്കുകയും ആ ദൈവത്തിൽ ആരാധിക്കുകയും അവർ നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെ തീ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരത്തക്ക നിലയിൽ അവർ പ്രവർത്തിച്ചു. ആ നിലയിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ നമ്മൾ കാണുന്നത് എന്താണ്? 1, ദൈവത്തിന് പ്രസാദകരമായി ചെയ്യുന്നു, പ്രസാദകരമായത് പ്രവർത്തിച്ചു. 2, പൂജാഗിരികളെ വെട്ടിക്കളഞ്ഞു. തകർക്കേണ്ട ചിലതിനെ തകർക്കുവാൻ ഈ ദൈവത്തിൻ്റെ അഭിഷിക്തനായ രാജാവ് തയ്യാറായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയേണ്ട ചില കാര്യങ്ങളെ യഥോചിതം നാം കളയേണ്ടിയിരിക്കുന്നു. പൂജാഗിരികൾ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. പൂജാഗിരികൾ ഉണ്ടാക്കാറില്ല, കുരിയാലകൾ ഉണ്ടാക്കാറില്ല, ബലിപീഠങ്ങൾ ഉണ്ടാക്കാറില്ല. അങ്ങനെയുള്ള ആരാധനകളൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുക എന്നതാണ് പുതിയ നിയമത്തിലെ പ്രമാണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതാ ഈ കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടമാണെങ്കിൽ പോലും ഇപ്പോൾ എന്ത് ചെയ്യും? 2 ആമേൻ ദൈവഹിതമല്ലാത്ത പൂജാഗിരികളെ ഈ ദൈവത്തിൻ്റെ അഭിഷിക്തൻ നീക്കിക്കളഞ്ഞു. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പാപം, കോപം, ആമേൻ, അങ്ങനെ ദുർനടപ്പ് ആദിയായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഇന്ന് പലരെയും കീഴടക്കി വെച്ചിരിക്കുകയാണ്. പുറമേ വചനം പറയും, പുറമേ സന്തോഷം പറയും, പുറമേ സ്തുതി പറയാറുണ്ട്. എന്നാൽ ഉള്ളിലിരിക്കുന്നത് പലപ്പോഴും പറയുന്നത് പോലെയുള്ള അനുഭവമായിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടവരെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൂജാഗിരികളെ നീക്കി. 3-ാമത് അദ്ദേഹം ചെയ്തത്, അപ്പം ഞാൻ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ നീക്കിക്കളയണമെന്ന് ഞാൻ പറഞ്ഞു. 3-ാമത്തത് ആമേൻ 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അശേര പ്രതിഷ്ഠകളെ കളയുക. അതും ആ ആരാധനയുടെ ഒരു ഭാഗമാണ്. 4-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ
ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന് രക്ഷണ്യ മാർഗമായി ഉണ്ടാക്കിയ ഒരു രംഗമുണ്ട്. ദൈവം പറഞ്ഞിട്ടാണ്, ഒരു താമ്ര സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ ആമേൻ കൊടിമരത്തിൽ ഉയർത്താൻ പറഞ്ഞു. അത് ഉയർത്തി. ആമേൻ. അന്ന് സർപ്പത്താൽ കടിയേറ്റവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ രക്ഷയുണ്ട്, വിടുതലുണ്ടെന്ന് പറഞ്ഞ് രക്ഷണ്യ മാർഗത്തിനായി ഉയർത്തിയ ആ താമ്ര സർപ്പം പിൽക്കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ ആരാധ്യ വിഷയമായി പേരുമാറി നെഗുഷ്ടാൻ എന്ന പേരിൽ അവരാരാധന ആരംഭിച്ചു. അതെ ദൈവമക്കളെ, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? ചിലത് നീക്കേണ്ട ചില കാര്യങ്ങളെ നീക്കണം, ഇടിച്ച് കളയേണ്ട ചില കാര്യങ്ങൾ ഇടിച്ച് കളയണം, പൊളിക്കേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ പൊളിച്ച് കളയണം. എന്നാൽ ഇപ്പോൾ ഇതാ ഈ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ചെയ്തത് മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെ വെട്ടിക്കളഞ്ഞു. അതെ, ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. മോശയുണ്ടാക്കിയതിനെ, ആ താമ്ര സർപ്പത്തെ വെട്ടിക്കളഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ആരാധിക്കുവാനായിരുന്നില്ല, നേരെ മറിച്ച് അന്ന് അവർക്കൊരു വിടുതലിൻ്റെ സന്ദേശമായി ഉയർത്തപ്പെട്ടതാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കുമോ? വിവിധ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ട കുടുംബങ്ങളാകാം, പ്രശ്നങ്ങളാകാം, അവരെ വിടുവിക്കുവാൻ യേശു ഇന്ന് നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. പ്രിയ കർത്താവേ, പ്രസാദകരമായി ഇത് ചെയ്യുവാൻ ഈ നിൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ രോഗികളായിരിക്കാം കർത്താവേ, വിവിധ നിലയിൽ ഭാരം അനുഭവിക്കുന്നവരാകാം. തലമുറയുടെ വിഷയത്തിൽ, വസ്തു സംബന്ധമായ വിഷയത്തിൽ, രോഗം സംബന്ധമായി, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ജോലി സംബന്ധമായി, വിദേശ രാജ്യത്തിലേക്കുള്ള യാത്ര സംബന്ധമായി, കർത്താവേ, വിദേശ ജോലിയിൽ ഇരിക്കുന്ന വ്യക്തികളിലാകാം ദൈവമേ വലിയ പ്രതിസന്ധിയിലിരിക്കുകയാണല്ലോ. അവരെ ഞങ്ങൾ ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ ഇരിക്കുന്ന മേഖലയിൽ അവർക്കൊരു വിടുതലുണ്ടാകട്ടെ. ഈ ദൈവത്തിൻ്റെ മകൻ ചെയ്തതുപോലെ കർത്താവേ പ്രസാദകരമായി ചെയ്യട്ടെ. നീക്കിക്കളയേണ്ട കാര്യങ്ങൾ നീക്കിക്കളയട്ടെ. അവരിൽ യേശുവിൻ്റെ നാമം വലിയവനാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലൂടെ അവർ വിടുവിക്കപ്പെടട്ടെ. പിശാച് കൊണ്ടുവന്ന എല്ലാ തന്ത്രപരമായ കാര്യങ്ങളും മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കും പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പുതിയ എപ്പിസോഡുമായി വരുന്നത് വരെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. പ്രിയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.